ഹായ് വെൽക്കം ടു ചാനൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ. അതൊക്കെ എപ്പിക് ഗെയിമർ അല്ല, എപ്പിക് ഗെയിമിംഗ് വേൾഡ്. സ്വന്തം ചാനലിന്റെ പേര് പോലും അറിയാത്ത തന്റെ ഏടി വലിച്ചോണ്ടിരിക്കുന്നു ഇപ്പോ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്ക് 25K. ആ കെ മാറ്റി വെച്ചാൽ എന്റെ റെഡി ആവും. എന്റെ മറ്റേ ഞാൻ ഉണ്ടാക്കിയില്ല ഗൈസ്, അതിന്ന് എടുത്തോണ്ട് പോയതാണ്. നിന്നോട് മറ്റേ ശരി, ഞാൻ ഗോൾഡൻ കാര്യം ഉണ്ടാക്കാൻ കൈത തങ്കച്ചൻ. കുറച്ച് ഗോൾഡ് എനിക്ക് തന്നെ. നമ്മളിവിടെ ഫുഡ് ഒട്ടുമില്ല. ഈ പെട്ടി പറഞ്ഞാൽ കുറെ കുക്ക് ചെയ്യാത്ത കുറച്ച് വേണ്ടാത്ത സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു 13 പോർക്ക് ചൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഗോൾഡൻ കാറ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ ഫോർട്രസിലേക്ക് പോകണം ഗൈസ്. എവിടെയാണെന്ന് അറിയില്ല, എങ്ങനെ നമുക്ക് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം. എവിടെയാണെന്ന് അറിഞ്ഞൂടെ? നാണക്കേട്. കുറച്ച് ഇതിട്ട് ഇതിട്, ക്യാരറ്റ് ഇട്, ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ വേണ്ട, ഞാൻ ഉണ്ടാക്കോളാം. ഇവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുവേ. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇന്ന് ഗോൾഡ് ഉണ്ട് പക്ഷെ ക്യാരറ്റ് ഇല്ല. ഇവിടെ ഞാൻ പോയിട്ടെ ഇതിൽ കുറച്ച് ഇത് ചേർത്ത് വരാം. മെന്റിട്ടോ ആട്ടാ. ബാക്കി ഗോൾഡ് നഗറ്റും എല്ലാം കൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിടാം. കാരണം നമുക്ക് ഗോൾഡ് വേണം കൈസ്. കിട്ടിയ അപ്പം 15 എണ്ണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെടുത്തിട്ടിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ പറയാൻ പോകുന്ന ഞാൻ മൊത്തം സെറ്റ് ചെയ്ത് കൊണ്ടാ ഗൈസ്. ഇതിലിതുണ്ട്, ഇതിലുണ്ട്. ബെൻഡിങ് ഇല്ല ഗൈസ്. ബെൻഡിങ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു ലാഗ് എവിടെ നിന്നൊക്കെയോ വരും. അവനല്ല പ്രശ്നം. എന്താ അവിടെ ആർക്കും വേണ്ടാണ്ട് കിടന്നിട്ട് കളിക്കരുത്. ഈ പോന്നി കണ്ടിട്ടില്ല. പറയുമ്പോ ഞാൻ പോ റെഡിയാക്കി ഗൈസ്. പോയില്ലേ അവിടെ നീ ചാവും. അവിടെ ചാവില്ല. അതിൻ്റെ ഉള്ളിൽ വീണ നിന്റെ ആർമർ മൊത്തം മറ്റേ സോർട്ടിങ് സിസ്റ്റം എടുക്കും. എങ്ങനെ രക്ഷപ്പെടും? നേരെ ബ്ലോക്കാ ഞാൻ തോത്തിനി. പിന്നല്ലാണ്ട് എന്റെ ബുദ്ധി നോക്കണേ. തീർന്നെ കൈസ്. ബ്ലോക്ക് കെട്ടി മാറി. അപ്പൊ ഞാൻ വിളിക്കോ? അത് അച്ഛനെ വിളിക്കണോടാ. അയ്യോ ചുമ്മാ പറഞ്ഞത്. എനിക്ക് ഞാൻ കുറച്ച് സമ്മാനം. എന്താടാ വെള്ളം ഇങ്ങനെ പോണേ? ഞാനാ പൊട്ടിച്ച് കുഴപ്പമൊന്നുമില്ല. നീ മാറിയോണ്ട് നീ മോളിൽ കയറിപ്പോ. പൊട്ടനാണ് കേസ്. ഞാൻ മര്യാദ കയറി വന്നേ. അത് കൂടെ പോയിട്ട് ഇത് മന്ദബുദ്ധിയാണ് കേസ്. എന്താണ് ഈ പോളിലെ ബ്ലോണൊക്കെ ഞാൻ കൊന്നെടുക്കുക വയസ്സോ. അപ്പോൾ കുറച്ചധികം സ്കിറ്റ് കണ്ട് ഓഫായി കിടക്കും. നമ്മൾ യുദ്ധത്തിലാണ്. സോ അപ്പോൾ കുട്ടികൾ അതുപോലെ തന്നെ പെൺകുട്ടികൾ എല്ലാവരും ഈ വീഡിയോ കാണാതിരിക്കുക. പേടിക്കല്ലേ? രണ്ട് ഒബ്സിഡിയൻ ഉണ്ടല്ലോ ഇവിടെ. പിള്ളേരൊക്കെ കാണണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളൂ, പേടിക്കരുത്. ഇത് 18+ ആണ്. എത്ര വയസ്സായിട്ടാ നിനക്ക്? 15. ഇത് നീ ഗോൾഡ് ഫാം ഓൺ ചെയ്താ? ഇങ്ങനെയാണ് നമ്മൾ. നിനക്ക് കിടക്കാ. അയ്യോ ഗോൾഡ് ഫാം ഓണായി വലിച്ചു. എന്ത് കാണിക്കുന്ന കിടന്നാ എനിക്കവിടെ പണിയുണ്ടോ? കിടക്കടാ. എല്ലാം മറ്റേ പോയി എടുക്കാം. കഷ്ടമാണ് ഇയാള്. 9 ഫ്ലോർസ് ഉണ്ട്. എന്റെ വീട് നോക്കി കാണില്ല എനിക്ക്. ബെഡ് എടുത്തോ, നെതറിൽ ഉറങ്ങാം. എന്നാ പെട്ടെന്ന് എടുക്ക്.
ഫുഡ് 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 ഞാൻ ഫുഡ് ഫുഡ് ഇവിടെ എത്ര ഉണ്ട് ഇല്ലെങ്കിൽ എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് തിന്ന് ചാവും ഗൈസ്. എടാ കുറച്ച് ബ്ലോക്ക് എടുത്തോട്ടാ, വേണ്ടി വരും. ബ്ലോക്ക് എൻ്റെ 60 മതി. എന്തിനാ ബുദ്ധിത് ആക്കാറാണ് അല്ല വലിക്കിരിക്കാൻ. പിന്നെ ഏതാടി വേണം? സോ ഗൈസ് എൻ്റെ ഹെൽമെറ്റ് മിക്കവാറും പൊട്ടും. പൊട്ടട്ടേടാ, പൊട്ടാനല്ലേ മോജാങ്ക അങ്ങനത്തെ ഓപ്ഷൻ വെച്ചിരിക്കണേ. പിന്നെ മെൻഡിങ് ഉണ്ടാക്കായിരുന്നു പറഞ്ഞോണ്ടാണ്. അപ്പൊ ഗൈസ് നോക്ക് ഗൈസ്, നമുക്ക് ഗൈസ് വാണ്ടറിങ് ട്രേഡർ മോസ് വിറ്റ് ഞാൻ അങ്ങ് വാങ്ങി. ഇവന്റെ എല്ലാ സംഭവവും എൻചാൻഡ് ചെയ്തു. പക്ഷേ എൻചാൻഡല്ലോ എല്ലാം ഇവൻ മെൻഡ് ചെയ്തു. എങ്ങനെ അറിയോ? മെൻഡിങ് ഇല്ലാണ്ട് ഇവൻ വേറൊരു ഡയമണ്ട് ആക്കി കളയാൻ. നമ്മുടെ ഡയമണ്ട് ഇല്ല ഗൈസ് നമ്മുടെ കയ്യിൽ. അതെ ഗൈസ് ഡയമണ്ട് ഇല്ല. ഇവൻ ഡയമണ്ട് ഉപയോഗിച്ചത് പിന്നെ പണ്ടത്തെ ആർമറൊക്കെ പൊട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ് അതിന്റെ കൂടെ വെച്ച് അങ്ങനെയല്ലേ 8 നോക്ക ഇനി വെറുതെ 10 ഡയമണ്ട്. ഞാൻ ഇനി വരാട്ടാ ഇനി അത് നമുക്കാണെങ്കിൽ അയൺ ഈ ഷീൽഡ് ഞാൻ അവരുടെ ടി വി കൊടുക്കുന്നത്. ഇവിടെ അയൺ ഇല്ല അടികൾക്ക് എനിക്ക് തിരിച്ചടിക്കും. തങ്കച്ച അനുഗ്രഹം വേണം. പൂള് കണ്ടേ തങ്കച്ച അനുഗ്രഹം വേണം. ഫീഡാ നിനക്ക് ഫീഡ് ചെയ്താ എന്റെ കാശൊക്കെ ഒന്ന് ഫീഡ് ചെയ്യാം. എന്റെ തങ്കച്ചിന് ഫീഡ് ചെയ്തേ. ഓപ്പൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓപ്പൺ നിന്ന് കാണിക്കില്ല. തങ്കച്ചൻ റോക്ക് പണിയാവോ എനിക്ക് തോന്നുന്നു കേട്ടാ. എന്താണ് ഒറ്റടിക്ക് ചാവുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹെൽമെറ്റ് ഊരി വെച്ചാലോ അതാകുമ്പോ ചെസ്റ്റ് പ്ലേറ്റും ഇല്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്ക് വെച്ച് മിക്കവാറും ഞാൻ അവന്മാരെ എന്നെ തീർക്കും. പക്ഷെ ചത്തൂന്ന് ഉറപ്പായ ബെഡ് അങ്ങോട്ട് വെച്ച് പോപ്പ് ചെയ്യണേ. അപ്പൊ ഗൈസ് നമുക്കിപ്പോ ഇത് ആക്സും വേണ്ട ശവലും വേണ്ട, ഈ 2 എണ്ണവും വേണ്ട. അപ്പൊ നമ്മൾ ഈ 2 എണ്ണോട് വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ വേണോടാ. ആരുമില്ല ഇപ്പൊ വലിച്ചേനെ. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ട് ഡ്രാഗൺ ഫൈറ്റിന് പോയി ഇതിൽ. അപ്പം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഡ്രാഗൺ ഫൈറ്റിന് പോയി, ആരും കൊടുത്തില്ല, എങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മൈൻക്രാഫ്റ്റിൽ പ്രോ ആയതുകൊണ്ട് മൊത്തം ആർമർ ടൂൾസൊക്കെ അവിടെ എറിഞ്ഞ് എന്നിട്ട് ഞാൻ പോയി ചത്ത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ന്യൂബാണ്, എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. നിനക്കറിയോടാ? നിന്റെ ഷീൽഡ് ഏതാ? അയ്യോ ഇതിൻ്റെ ഉള്ള ആൾക്കാർ കാണുമോ? നീ ആദ്യം ഒന്ന് കയറിയോ? അയ്യോ ഞാൻ പുറത്തിറങ്ങിയോ? ഞാൻ പിന്നെ ആ ഗോൾഡ് ഉപയോഗിച്ചില്ല ഗൈസ്. ദിവനാണ് കുറച്ച് മുമ്പ്. നീ പഠിക്കണ്ടാ? അയ്യോ എന്തെങ്കിലും സൗണ്ട് എടാ ക്രീപ്പർ കൂട്ടി. അയ്യോ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ. കേറ് എങ്കിലും അവിടെ കറക്റ്റ് സ്ഥലത്തെത്തുള്ളൂ. കേറി എവിടെ എത്തുവോടാ? ആ ബോട്ടിലെത്തു. ആ ബോട്ടിലാ അത് പൊട്ടിയില്ലേ? ഇനി ഞാൻ എവിടെയെങ്കിലും എടാ ഞാൻ കയറണ്ടായിരുന്നു. ആർമർ മൊത്തം ഊരി വെച്ച് കയറായിരുന്നു. ജനറേറ്റിംഗ് വേൾഡ് ജസ്റ്റ് മിസ്. അപ്പൊ ഗൈസ് എന്റെ ഇത് വർക്കിംഗ് ആണ്. ഞാൻ ഇവിടെ ഇത് വെച്ചതാണ്. എല്ലാ സോംബി പിഗ്ലിങ്സും വന്ന് ഇതിനുള്ളിൽ വീഴാൻ. അതേപോലെ തന്നെ നടന്ന് അത് അവിടുത്തെ പോണ്ട് പൊട്ടിയോണ്ട്. ശരിയാണ്. അപ്പൊ നീ കേറി. അല്ലടാ നീ അവന്മാരല്ല, നീ ഇത് എന്റെ നമ്മളെ ശരിയാണല്ലോ. എന്തൊരു കഷ്ടമാണ്. ഞാൻ ബന്ധപ്പെടുത്താവുന്ന ഫസ്റ്റ് ഡെത്ത് ആര് പറഞ്ഞു? കത്തലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ചത്തില്ല. ഒരു ക്രീപ്പറിന്റെ ചാവുന്ന എത്തോ അറിയില്ല. മൊത്തം പോയി ബാബാ. ഇവിടെയാണ് എല്ലാ പിഗ്ലിങ്സും വന്നിരിക്കണേ. എന്നാ കേറി വാ. എന്തായി ഞാൻ താ വരുന്നേ. ഞാൻ നിന്റെ വീട്ടിൽ എന്റെ വീട് കത്തിച്ച് കളയോ? ഗൈസ് മുമ്പ് ഞാൻ വീഡിയോ മറ്റേ സൗണ്ട് റെക്കോർഡ് ആയില്ല. ഇതങ്ങനെ അയക്കുമോ?
ഇതെങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മള് ഇട്ടയില് അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞാണ് നിങ്ങളല്ലേ അയ്യോ പൊട്ടി, അയ്യോ നമ്മള് ഇത് പൊട്ടി. എടാ എന്റെ ആർമറാ ശരിയാണല്ലോ. അതിനോട് കൊള്ളുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇടിട്ടാ. ഓ അത് പൊട്ടിയപ്പോ എന്റെ എല്ലാം പൊട്ടി കാണുമല്ലോ. ഇല്ല എന്തോടെ എല്ലാ ചവറും മയ്യങ്ങനെ ഷീൽഡ് തന്നോ, ഷീൽഡ് തന്നോണ്ടിരിക്കല്ലേ ബക്കറ്റ് തന്നോണ്ടിരിക്കല്ലേ എല്ലാം തന്നു. അടി ഞാൻ ഗോൾഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഗോൾഡ് എൻ്റെ ഒരു ചെസ്റ്റ് പോയിട്ട് ഒക്കെ ഐക്യമാണ്. എടാ എനിക്ക് എന്ത് ഇത് കിട്ടിയില്ല. അത് വേണ്ട, അത് ചവറാണ്. അതേ ആ പരിപാടി വേണ്ട. ഇനി നിന്റെ ആരോ ഉണ്ട്. ആരോ ആരുണ്ട് നന്നായി പോട്ടെ. മന്ദബുദ്ധിയായ മര്യാദക്ക് തിരിയാണെങ്കിൽ എന്റെ സാധനങ്ങൾ മാത്രം. നിന്റെ കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. നിന്റെ ഒരു സ്റ്റാക്ക് ഐ തിങ്ക് കൊബിൾ വരാൻ പറഞ്ഞ വാങ്ങി. കൊബിൾ സ്റ്റോൺ എവിടെയായിരുന്നു ഞാനൊന്ന് ആലോചിക്കട്ടെ. 40,000 എവിടെ അന്വേഷിക്കാനാ ഈ അടി കറി കഴിഞ്ഞാൽ അമ്മ പഞ്ഞിക്കിടും. എനിക്ക് ഓർമ്മയില്ല, ഞാൻ കോഴ്സ് അന്വേഷിച്ച് പോയപ്പോ ഫോർട്രസിന്റെ എന്തോ ഇത് കണ്ടായിരുന്നു. മൈനസ് ആയിരുന്നു. പിന്നെ മൈനസ് ആയിരുന്നു. -40. മൈനസ് അല്ല, വെറും 40 ബെറ്റുണ്ടോ? മൈനസ് 40 മൈനസ് അല്ല, മൈനസ് വലിയ അത്ര കുഴപ്പമുണ്ട്. ആ അങ്ങനെ പാപ്പു എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. എന്തായാലും ഇവന്റെ പോയി കണ്ട അതൊക്കെ ഞാൻ കുഴിച്ചിട്ട് പോയതാ. പിന്നെ മാറിയിടൂ. എടാ ഇപ്പോഴാണ് എന്ത് നമ്മുടെ ഇത് ഉപകാരപ്പെടുന്നത്, നമ്മുടെ 1 ബ്ലോക്ക്. ഞാൻ പോവാ. എടാ അപ്പൊ ഞാനോ മൂഞ്ചി വലിക്കണ്ടാ. മാറ് നിന്റെ ഹെൽമെറ്റോ? ഞാൻ എടാ ഈ 1 ബ്ലോക്ക് ഐ തിങ്ക് മൂഞ്ചനാണെന്ന് തോന്നൂട്ടാ. പക്ഷേ പോടാ, ഞാൻ ഡിസ്റ്റൻസ് വെച്ചാ മൈൻഡ് നിന്നെ പോലെ. അയ്യോ എന്റെ ഇതോ സാധനം. അതെന്താണ് അങ്ങനെ? എന്താടാ എടുക്കാൻ വന്നാടോ. അല്ല ഞാനിത് 1 ബ്ലോക്കിൽ പോയിട്ട് നീ 2 കൂച്ചോണ്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു കാര്യമില്ല, എന്നെ ഞാനും പറഞ്ഞു. പിന്നെന്താ അവൻ ഞാൻ ആദ്യം പോവാ. കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? അയ്യോ ഇവിടെ വെച്ചോളൂ. ഇവിടെ കൊണ്ടിപ്പോ എന്തിനാണോ സോപ്പതേ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീച്ചറിൽ ആഡ് ചെയ്ത് നമുക്ക് ഈ 1 ബ്ലോക്ക് കൂടെ നമുക്ക് ഇങ്ങനെ എടാ അപ്പൊ ഞാനോടാ എന്നാലും നീ കേറ്. എന്തിന് നീ ഇപ്പൊ കുഴിച്ചു പോ. സ്ലോ ആണ്. എന്താണ് അവിടെ കിടന്ന് കാണിക്കണേ? പൊളിക്കുക. എന്നിട്ടത് എനിക്ക് തട പൊളിച്ച് കഴിഞ്ഞാൽ കയ്യിൽ മൊത്തം ചവറാവുന്ന എനിക്ക് തോന്നി. എടാ കണ്ടടാ എൻ്റെ പിക്കാക്സിൽ. എടാ ഒരു മിനിറ്റ്, എടാ നീ പോലെ കുരു അല്ല, ഒരു മിനിറ്റ്. അല്ലേടാ ഇതേനല്ലേ? എനിക്ക് സംശയമുണ്ട് മന്ദബുദ്ധി ആയതുകൊണ്ട്. ഗൈസ് ക്രൗളിംഗ് വൈൽ സ്പ്രിന്റിംഗ് അങ്ങനല്ലേ? വരികയാണ് ഞാൻ തിരിച്ചു കൊടുക്കാം. ഞാൻ നല്ല ഇതിലാണ് പോകുന്നത്. പിക്കാക്സൊക്കെ നല്ല ഇതുണ്ട്. എൻ്റെ ഹെൽമെറ്റ് മാത്രം പൊട്ടാറായിട്ടുണ്ട്. അങ്ങനെ ഈ സാധനം സേഫായിട്ട് പിന്നിൽ വരിക. എവിടെ കണ്ടാ കണ്ടോ 40 എത്തി. എന്നിട്ടൊന്നും കാണില്ല. 40 മാത്രമല്ല, മറ്റേത് പറയാ എത്രയോ ഉള്ളു ഗൈസ്. ഞാൻ എങ്ങോട്ടാ പോണേ? ഞാൻ 60 എത്തി. നീ എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയേ? നീ പറഞ്ഞു 40 പോയി, ഞാൻ പോയി. ഇത് അടിക്കല്ലേടാ കാണുക. നീ എന്റെ മുകളിൽ കൂടെ പോണെന്ന് പൊട്ടനാ. ആരും ടഫിനഫ് പോയി. എനിക്ക് വിഷമമായി. പൊട്ടാ പോവല്ലേ? ഞാനൊരു സംഭവം നോക്കാൻ പോയി. നമ്മുടെ ഏട്ട സംഭവം നോക്കി വരട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കുറേ നേരത്തെ ഡിസ്കഷനും മറ്റേതും മറിച്ചും ഒരു അടിയും എല്ലാം കുത്തും കൊലപാതകവും കഴിഞ്ഞ് അങ്ങനെ കഴിച്ച് നമ്മൾ ഫിക്സ് ചെയ്തു -46, നോർമൽ 46. അടക്കത്തെ ബാക്കി
ആ ലാഭം എടുത്ത് ഇപ്പൊ പണിപ്പാള് പണി 99 98 ചുമ്മാ ഷോയ്ക്ക് വേണ്ടി ആ ഇത് കത്തിക്കണ്ടായിരുന്നു നേരം ഞാനിപ്പോ എന്ത് ചെയ്യും എനിക്കറിയില്ല. അല്ലേ ഇത് തീട്ട സാധനമാണ് ചെയ്തത് അത് വേറെ ഹാൻഡ് ബ്രേക്കിംഗ് മാത്രം ഗൈസ്. ഇതൊക്കെ പവർ ഉണ്ടല്ലോ. അതൊക്കെ എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയ കള്ള അത് ഞാൻ മറ്റേ ഒരു 5-6 ബോയ് ഉണ്ടാക്കി. അയ്യോ പണിയായി യോ ഞാൻ എന്തോ എത്തി ഒന്നും നോക്കട്ടെ, അടച്ചു പൊക്കിയോ. നമ്മൾ ഈ വഴിയൊന്നുമല്ല വരണ്ടേ, നമ്മൾ ഇവിടെ ഒന്നും വരേണ്ടവനേ അല്ല. മിക്കവാറും അത് നല്ല അടിയിലുണ്ടാവണ്ടേ. അപ്പം അതുകൊണ്ട് ഇവിടെ കാണില്ല. നമുക്ക് ഒരു സമയം അണ്ടി ഉണ്ടോ സാധനം. ഞാൻ ചുമ്മാ പറഞ്ഞടാ. എന്താ മൊത്തം റെഡ് കളർ. ഞാൻ അതൊക്കെ അടച്ചതാടാ. അടച്ചല്ലേ കൂടാ കോപ്പേ. ഈ പൊയ്ക്കോ അത് ഞാൻ അടച്ചാ. പൊയ്ക്കോ അത് മറ്റേ ലാഗ് അടിച്ചിടും. ഇപ്പൊ ഞാൻ കുഴിച്ചു കൊണ്ട് ആ നല്ല നെറ്റിഷ് വരും. എന്ത് കോപ്പാണോ ഞാൻ ഈ തീട്ടത്. ആ ഇവിടെ 46 സംസാരം കഴിഞ്ഞു. ഇങ്ങോട്ട് വാ. ഇവിടെ കാണില്ല. നീ ആദ്യം പോ. ഇങ്ങോട്ടാണ് പോകുന്നത്. ആ ഓ ഞാനിപ്പോ ഈ നിൽക്കാണ് ജയിച്ചത്. ഇങ്ങോട്ട് എന്റെ പിന്നിക്ക് അടിക്ക് വിൽക്കി. ഞാൻ അടിയത്തെ പൊട്ടിക്കാൻ പോവാ ബ്ലോക്ക്. അയ്യോ എനിക്ക് പേടിയാണ്. ഏതാണ്ടൊക്കെ എനിക്ക്. നീ ഒന്ന് ഇങ്ങോട്ട് നിന്നേ ഡാ. നമ്മള് നേരെ താഴത്താണ് അവന്മാരുടെ ഇങ്ങോട്ടാണ് എടാ നെവർ ഡിഗ് ഡൗൺ എന്നാണ് മൈൻക്രാഫ്റ്റിന്റെ ഇത്. എടാ നീ അല്ലേ ഫസ്റ്റ് ഞാൻ കുഴിച്ചു അത് വേണ്ട. നീ ഏതെങ്കിലും ഒരു ഇതിന് നിൽക്കടാ. മോള് കയറുന്നു അതിന്റെ ബ്ലോക്കിന്റെ മുകളിൽ ഇവിടെ നിക്കല്ലേ ബ്രോ. ഇവിടെ പറഞ്ഞ മതി ഇത് ഇങ്ങോട്ട് നിക്കാൻ. ഞാനിപ്പോ നിക്കണമെങ്കിൽ ഈ പൊട്ടന് പറഞ്ഞാ മനസ്സിലായി. എടാ അപ്പൊ ഞാൻ എങ്ങനെ വരും? നീ ഏതെങ്കിലും ആയിക്കോളാം. വാങ്ങിക്കെന്താ ഞാൻ ഇപ്പഴ പറഞ്ഞാണ് ഇവന്റെ അടുത്ത് ഇതൊന്നും അല്ലാന്ന് പറയുമ്പോ മനസ്സിലാകണം. പൊടിയല്ലേ എന്തോ കാണണ്ട ഗൈസ്. അതാണ് ടെറിബിൾ ഫോർട്രസ്. ഞാൻ കണ്ട് എന്തൊരു മഗ്മയാണോ? മാഗ്മല്ല ബ്ലേസസ് കൊണ്ടുണ്ട് അവിടെ. അയ്യ അത് ഞാനും കണ്ട്. അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിന്റെ അടിക്ക് പോണ്ടേ. ഞാൻ കണ്ട് വേറെ മാറിക്കോട്ടെ. ലാസ്റ്റ് ഞാൻ തട്ടിക്കൊണ്ട് കഴിക്കും. ഓ ഗൈസ് അത് എവിടെയാണോ പുതിയ ഓപ്പണിംഗ് ഗൈസ് നമുക്ക് വേണ്ട ഗൈസ്. അവിടെ മൊത്തം ക്ലോസ് ഒക്കെ ചെയ്തു മാങ്ങാതെ. ഇവിടെ മിക്കവാറും ഇറങ്ങാൻ നല്ല പാടാണ്. അവിടെ നീ ഒരു കാര്യം നീ ചാടിയുടെ ബ്രിഡ്ജ് ജനിട്ട് വേണം വല്ല ഗാസ്റ്റും അങ്ങനെ പൊട്ടി തെറിപ്പിക്കാൻ. കുറച്ചും കൂടെ മതിയായിരുന്നു ഗൈസ്. ഒരു കാര്യം നമുക്ക് വേറൊരു ആയിട്ട് നോക്കാം. അയ്യോ ചേട്ടാ പൂവല്ലേ ഈ നിർണായക നിമിഷത്തിൽ പൂവല്ലേ. ഇത് അത്ര ഇതല്ലടാ ഇത്. എന്ത് പോയാ എടാ ഇതില്ലേടാ ചെറിയ ഇതിലാടാ വന്നിരിക്കുന്നത്. ഇതത്ര പേടിക്കാനില്ല. ഇറങ്ങുവാ ഇറങ്ങിക്കോ. ആടെ ഞാൻ കൊന്ന് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ കാണാം. എടാ ബ്ലോക്ക് ചെയ്യടാ. ബ്ലോക്ക് ചെയ്തിട്ട് ഇതുണ്ടാക്ക്. ബ്ലോക്ക് ചെയ്ത് മോളിക്കും ജസ്റ്റ് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്ത് വേറെ സൈഡ്. എന്തിനാണ് ഓ വൈസേ നമ്മുടെ ഇവിടെ നോക്കുമ്പോ പറ്റൊരു കാണുന്നുണ്ട് ഒരു ബാസ്റ്റിൻ എല്ലാം സെറ്റ് സീഡല്ലേടാ. എല്ലാം നമ്മുടെ തൊട്ടടുത്തടുത്ത്. അയ്യോ ചത്തു. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. നമുക്ക് വേണേ അങ്ങോട്ട് പോവായിരുന്നു. പക്ഷെ ഓപ്പൺ നമുക്ക് അത്ര സേഫ് അല്ല ഗൈസ്. വയതിൽ എന്തൊരു ചെറിയൊരു ഐലൻഡ് ഒരു എന്താ പറയുക ഫ്ലോട്ടിങ് ഐലൻഡ് പോലത്തെ സാധനമാണ്. പക്ഷെ ഇതിന്റെ അടിയിലാണ് നമ്മൾ കണ്ട സാധനം ഗൈസ്. മാക്സിമം 2 ഡിസ്റ്റൻസ് ആക്കിയാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താണ് തീ കത്തി കിടക്കുന്നത്.
യാ എന്ത് ചെയ്യാ നീ? ഓ മിക്കവാറും ഇത് കുഴിച്ച് കഴിഞ്ഞാൽ നേരെ അടിയിലെത്തുക നമ്മൾ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്ക്. ആടെ 2 ഇത് കാണുന്നുണ്ട്. ഞാൻ നോക്കി വന്നു എന്താ നോക്കുക കണ്ടത് -46 പിന്നെ ഇത് -6 കപ്പ നോക്കാം അവിടെ എത്തിയിട്ട്. എങ്ങനെ എത്തില്ല ചത്താലാണ് സീൻ. നമുക്കൊരു റീസ്പോൺ ആൻഡ്രോയിഡ് ഉണ്ടായിട്ട് വല്ലായിരുന്നു. എന്ത് ചെയ്യാൻ മണ്ടക്കാൻ പറ്റും. ആക്കി തരോ ഇതിന്റെ ഡീല് ഓട്ടാ. നീ പോവോ നേരെ കുഴിക്കട്ടെ? പോവരുത്. കാണണ്ട, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. അതിൽ ചാടിയാൽ നമ്മൾ എനിക്ക് സൂസൈഡ് ഒന്നും ചെയ്യണ്ട. നീ ഇപ്പോൾ വയ്ക്കോ. എവിടെ എത്തി? നോട്ടെ വോയിഡ് ബ്ലോക്ക് ചെയ്തു വാ. എന്റെ അമ്മോ എടാ എടാ എന്റെ അമ്മോ ബ്ലോക്ക് അല്ലെങ്കിൽ കുഴിച്ചടിയിരിക്കി. കണ്ട് പിന്നെ സേഫ്. പിന്നെ എന്തിനാ ഓടിയേ? പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ തന്നെ. എനിക്ക് പേടിയാ, ഞാൻ സത്യം പറയാം. എനിക്ക് പേടിയാ. നീ പോടാ. ഞാൻ പോവാടാ. എടാ തേടി തരം ചെയ്യല്ലേ. നീ എവിടുന്നാ പിന്നെ വീണേ? എടാ നീ ഇറങ്ങി വാ. സീനൊന്നും ഇല്ല. അത് അവന്മാര് അയ്യോ കണ്ടി. ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് ഇല്ലേ? തോന്നുന്നു. ഒന്ന് ഇറങ്ങി നോക്കിയാലോ അവന്മാരടക്കി. ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ട് കയറി. ഇല്ല തീർന്ന അപ്പ വെട്ടിയാ. ഷീൽഡ് പിടിച്ചിരിക്കാട്ടെ. പക്ഷെ അടിക്കാൻ മറ്റേ ബ്ലേസിന്റെ അടുത്ത് പോലെ. ബ്ലേസ് ചെറുതായിട്ടൊന്ന് ചൂടാവുണ്ട്. വെയിറ്റ് ചെയ്യും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ബ്ലേസ് പോയാ? ഏത് ബ്ലേസ്? ആടാ സ്ഥലം കണ്ടി. ഇറങ്ങി വാ നീ. നീ കറക്റ്റ് നിൽക്കുന്നതിന്റെ ഞാൻ ഒരു കോഡിനേറ്റ് പറയാം. നമുക്ക് കറക്റ്റായിട്ട് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് വരിക പറയട്ടെ. -42 ഉണ്ട് അതിന്റെ അവിടെ. -42 കാണും. ഉണ്ട്. അതിന്റെ കറക്റ്റായിട്ട് അങ്ങോട്ട് മൊത്തം പറയട്ടെ. എടാ എനിക്ക് ചാടാൻ പറ്റില്ല. നിനക്ക് ചാടാ. എന്താണ് നിനക്ക് എന്താ ഇല്ലാതെ ഇതില്ലേ ഫെദർ ഫോഡിങ്? അപ്പോൾ ചാടിക്കും. ഞാനാ പറയണം. ഞാൻ അത്രയും മൂടുന്നുണ്ട്. ആകെ എൻ്റെ കുറഞ്ഞ 1.5 ആട്ടം. എടാ നിന്നോട് ആരാ അങ്ങോട്ട് പോകാൻ പറഞ്ഞേ? മാറി നമ്മൾ കറക്റ്റ് സ്പോട്ടിലാണല്ലോ എത്തിയേ. മോണിക്ക് വരണ്ടി ചാവ്. ഞാൻ കൊന്നു. ഇതിന്റെ അടി കറങ്ങുമ്പോഴാണ് ടോർച്ച് എടുത്താ? ഇല്ലയോ? എന്തിനാ? അത് ടോർച്ച് ലൈറ്റ് ലെവൽ അങ്ങനെയാണ് പോണത്. ആദ്യത്തെ സാധനം എന്തെയും അടി കിടക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ഇത് കിട്ടിയില്ലേ ഒരു അഡ്വാൻറ്റേജ്. അവന്മാര് ഇങ്ങനെ വരുവോടാ? ആടാ സ്ഥലം കിട്ടി. ആദ്യം നമുക്ക് അത് അടയ്ക്കാം. കുറച്ചും കൂടെ മതിയായിരുന്നു. എത്ര ബ്ലേസറുണ്ട്? എന്തിന്? ഞാൻ ചത്തര് പറഞ്ഞില്ല. അതാണ്. ഗൈസ് എനിക്കിപ്പോ എന്റെ കൺമുമ്പിൽ കാണാൻ പറ്റില്ല. യെസ് നമ്മുടെ ആദ്യത്തെ ബ്ലേസറോട് എനിക്കാണ് കിട്ടിയത്. നമ്മുടെ ജസ്റ്റ് ഒന്ന് അച്ഛൻ വിളിച്ചാണ് ഗൈസ്. ഡാഡി കൂൾ. എടാ അടച്ചല്ല. ഹെഡ് ചാവടാ. എനിക്ക് പിന്നെ കാണാ. വീണോ? കത്തിയുടെ
ശരി. എടാ ഞാൻ ഒക്കത്തിൽ എടുത്തിട്ട് അടിക്കുക. പിന്നെ ഞാൻ പിന്നെ എടുക്കാണ്ട് അടിക്കണോ പറയാറ്. ആരാണ് കത്തിക്കുന്നത്? നീയാ? അത് ബ്ലേസ് ഓളെ എനിക്കധികം പ്രാന്തല്ലേ. നമുക്കൊരു ബ്ലോക്ക് വെച്ച് നടക്കാം ജസ്റ്റ്. നമുക്ക് പറഞ്ഞാൽ ആ ഒരു എൻട്രൻസ് ഒന്നും അടച്ചില്ല. നോക്കടാ ഞാൻ അതേ കുറച്ചൊക്കെ ഒന്ന് അടച്ചെന്ന് തോന്നുന്നു. ഇതോടെ കുറച്ച് എനിക്ക് കാണേണ്ട ആൾക്കാരെ ഓളെ എനിക്ക് അച്ചീവ്മെന്റ് എടാ ഞാൻ നോക്കി തൊട്ട് മുന്നിൽ അവന്മാരുടെ സാധനം അവന്മാരെ എന്നെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. കണ്ടതന്നെ ചാവട. എനിക്ക് കിട്ടി അതുകൊണ്ട് എനിക്ക് അച്ചീവ്മെന്റ് കിട്ടി. നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിട്ടാ മറ്റേ ഡ്രാഗനെ പൂശാനുള്ളതൊക്കെ ആയി. എനിക്ക് ഒന്ന് കിട്ടി. നീ അടി കഴിഞ്ഞ അത് പോയി എടുക്കുക. അത് പെട്ടെന്ന് എടുക്ക്. ഞാൻ കൊല്ലത്തില് എവിടെ തെറിച്ച് അപ്പുറത്ത് പറമ്പിക്കൊണ്ടിരുന്നേ. പൊടിക്ക് എന്തിനാടാ ഇതിന്റെ അടിക്ക് ഇറങ്ങിയാ പോലെ ചെറിയൊരു ഫാം ആയിട്ടാ നമുക്കിപ്പോ തന്നെ. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സാധനം കൊണ്ട് തരാൻ. എടാ എനിക്ക് ട്രാപ്പ് ഡോർ ആവശ്യമുണ്ടാ പറഞ്ഞിട്ട് മനസ്സിലാവട്ടെ. തരുമോ? ട്രാപ്പ് ഡോർ ഇല്ലാണ്ട് കൊന്നാ മതി. തരാൻ പറഞ്ഞ ചുമ്മാ കിടന്ന് അഭ്യാസം. ശരി നീ പോയി പോ. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരാം. ഹായ് നൈസ് ടു മീറ്റ് യു. സോറി. നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ല ഈ കാര്യം ഓർക്കരുത്. ആ കാര്യം മറക്കരുത്. അത്ര വാർട്ട് നീ കുറച്ചുകൂടെ അടുത്തേക്ക് നിന്ന്. നിന്റെ അവിടെ ഒരു ബ്ലേസ് റോഡ് ഉണ്ട്. എന്തുവാളെ അവിടെ കിടക്കണേ. വഴിപ്പിക്കാൻ ഞാൻ ലോഡ് ചെയ്തിരിക്ക. ഇപ്പൊ ഒരുത്തന്മാര് വന്ന അടിച്ച ഉണ്ടാകിടും. ഒറ്റ വെടിക്ക് തീരും കൈസ്. ഇതാണ് ഓപ്പൺ കൈസ്. എല്ലാം ഇവിടെ ഓപ്പൺ ആണ്. നമ്മളവിടെ കണ്ടുപിടിച്ചത് നന്നായി കൈസ്. എടാ ഇപ്പൊ തന്നെ ആയിട്ടാ. നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് എത്ര 20 ഇതുണ്ടാക്കാം കൈസ്. കൈസ് അവന്റെ പോയിന്റ് പവർ കണ്ടോ? എനിക്കുണ്ട് കൈസ്. ഓൺലി 100 ഞാൻ വേണേ ഒന്ന് വിട്ട് അമ്പൂല കൈസ്. അവന്റെ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് അവന് ഒറ്റ അമ്പ് മതി. ഇതൊന്ന് വിട്ടെ. നീ വിടാൻ പറഞ്ഞു. ഞാൻ വിട്ട്. എന്നോട് ഞാൻ അമ്പ അവിടെ വാങ്ങല്ലോ. എനിക്കിവിടെ കാണാ നെതർ വോർട്ട് കണ്ട. നെതർ വാർട്ട് എവിടെയാണോ കണ്ട. സ്നൈപ്പിസ്റ്റ് കൊറേ ആൾക്കാരുണ്ടാ. കുറെ ആൾക്കാർ കാണാണ്ട്. പിന്നെ പോവാ. എൻ്റെ ഇപ്പം എത്രയുണ്ട്? 3 നമുക്ക് നെതർ വാർട്ട് എടുക്കാൻ പോവാ. ഗോൾഡ് അല്ലേ നീ പൊട്ടിരിക്കണേ? വെറുതെ നിന്റെ ഹാർട്ട് കുറഞ്ഞേ. ഞാൻ ഹെൽമെറ്റ് ഇട്ടുണ്ടായില്ല. എൻ്റെ ഇത് നമ്മള് പുറത്തിറങ്ങി ഇവിടെ സീനാണോ തോന്നുന്നു. പറയുമ്പോൾ ഞാൻ
ഞാൻ ഈ സ്പ്ലിറ്റ് കൺട്രോൾ ഓഫ് ആക്കില്ല. എന്റെ അമ്മു ഇനി കഴിച്ച് ഇനി പൊള്ളിക്കും നമ്മള്. എന്തോ കത്തുന്നു. നമ്മന്നും പൊള്ളിക്കും. ഞാനെങ്ങനെ കത്തുന്നത്? ഇവിടെ നിന്റെ ആയിട്ട് അവിടെ ഒരുത്തൻ മാറി ഞാൻ കൊല്ലോട്ടാണ്. അവിടെ ഒരുത്തല്ലേ നോക്കണ തീണ്ടി. ഇവന്മാര് കത്തിക്കാണാ, ഇവന്മാര് കത്തിക്കണടാ ഇവിടെ പോണവന്മാര്. ഞാൻ ദിവസം ബ്ലോക്ക് വെച്ച് അടയ്ക്കുക പിന്നെ കൊല്ലുക അങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയുള്ള പോകാനാണ് ഗൈസ്. അത് തന്നെ, അതാണ് വേറൊരു പ്രശ്നം. നേരെ പോവാം, അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഗൈസ്. നോക്ക് ഗൈസ്, എ ഡി ഗെയിമർ ജോയിൻ ലെഫ്റ്റാ കയറിയത്. നീ പോയാ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട കുറേ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോയി ആ സാധനം എടുക്കുന്നു. കഴിഞ്ഞ അവിടുത്തെ കഴിഞ്ഞ ഇത് അവിടെ കഴിഞ്ഞു. ഇവിടെ നോക്കട്ടെ ഗൈസ്, ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇവിടെ എവിടെയായിരുന്നു ഗൈസ്. നേരെ ഒരു വഴി കണ്ടായിരുന്നല്ലോ എവിടെയായിരുന്നു ഗൈസ്. അവിടെ കണ്ട ഗൈസ് നേരെ ഒരു വഴി, അവിടെ കൂടെ മാത്രമാണ് ഗൈസ് നമുക്ക് പോവാൻ പറ്റുള്ളൂ. നീ ഇപ്പം എവിടെയാടാ? ജസ്റ്റ് എന്തൊക്കെ സേഫ് ആക്കട്ടെ ഗൈസ്. സ്റ്റാവാണ്ട് പോകണം ഗൈസ്, അതാണ് പ്രോ പ്ലെയേഴ്സിൻ്റെ ഇത്. കുറെ കോഴ്സ് കിട്ടുന്നത് പണ്ട്. ആ കോഴ്സിന് വേണ്ടി എപ്പോഴും നടന്നിരിക്കുന്നു. ഇവിടെയും കഴിഞ്ഞ കോപ്പ്. എനിക്ക് എൻ്റെ ഷീൽഡ് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ മാക്സിമം ഈ വീഡിയോ പെട്ടെന്ന് അവസാനിക്കാൻ നോക്കാം. അപ്പോൾ പിന്നെ 6 മണിക്കൂറായി. നീ എവിടെ? നമ്മൻ്റെയിലും ഉണ്ടാകും ചാവും. ഓ ഞാൻ ഇവിടെയൊക്കെ കുഴിച്ച് ഇവിടെ ഇല്ല. പോവാടാ ഇങ്ങോട്ട് വീട്ടിൽ. ഇപ്പം ഇവിടെ ആരും ഇല്ല കേട്ടാ. ഇറങ്ങിയാലോ? എടാ ഇവൻ എന്നെ തല്ലുവോ? ഇറങ്ങിയാലോടാ. ഇറങ്ങിയിട്ട് ആ സ്ട്രൈറ്റ് ഓടിക്കോട്ടാ. അങ്ങോട്ട് ഇങ്ങോട്ടാ? അങ്ങട് ഞാനിപ്പോ നോക്കിയിരിക്കുന്നത്. എടുത്ത് ഇങ്ങോട്ടാണ് നോക്കി. അങ്ങോട്ട് പോകണ്ട, അവിടെ ഒന്നുമില്ല. അങ്ങോട്ടല്ല, ഇപ്പഴത്തേക്കാ നിന്റെ നേരെ. നീ ഇപ്പൊ നിക്കണ ഏതാണോ ആ സൈഡ്. ആ വഴി അങ്ങനെ പോകണ്ട. എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ മുമ്പ് പോയ വഴി. നിനക്ക് അങ്ങനെ കൂടാ. മൊത്തം വലിയൊരു വായിലുണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ആരും ഇല്ല. ഡിസ്റ്റൻസ് ഞാൻ കൂട്ടിയിട്ടാലോ? ഡിസ്റ്റൻസ് കൂട്ടി 12 ആണോ കിടക്കണത്? അതാണ് എനിക്ക് ഇവിടെ ആരും ഇല്ലാത്തത്. ഇതെന്തിനും ഇങ്ങോട്ട് എത്തിയിട്ട് ഞാൻ പറഞ്ഞടിക്ക് വാടാ. അങ്ങോട്ട് തന്നെ വന്നേ. ആ സൈഡിക്കാനാണ് പോണേ. ഇവിടെ എന്നാ കിട്ടുന്ന നൈസ് ഐഡിയ ഉണ്ട്. ഞാൻ ചാടി ഇങ്ങോട്ട് വാ. നിന്റെ ഞാൻ അങ്ങോട്ടാണല്ലോ. അങ്ങോട്ടേ ഉള്ളൂ, ഞാൻ നോക്കിയതാണ്. അങ്ങോട്ടല്ല ബെറ്റ്. ആ മറ്റേടയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോ. ചാമ്പ് അവിടെ ഇല്ല എനിക്ക് ഉറപ്പാണ്. എന്തില്ല? 1000 അവിടെ ഇല്ല. ഞാൻ നോക്കിയതാ, അവിടെ നീളത്തിൽ പോയി നോക്കിയതാ. എപ്പോ നീ പോയി? നീയല്ലോ എന്റെ ഫ്രണ്ടിൽ നിന്ന് കോപ്പേ. നിന്റെ ഫ്രണ്ടിലല്ല, നീ നിൽക്കുന്ന ഡയറക്ഷൻ ആണ്. നീ എന്തിന്റെ മുകളിലാണ് കയറുന്നത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പോവാ അങ്ങോട്ട്. എനിക്ക് അവിടെ എന്തോ ഉണ്ട് എന്നാലും മനസ്സിലാവും. 2 വെച്ച് 2 വഴി ഗൈസ്. ഗൈസ് ഇത് ആര് കാണും? എൻ്റെ വഴിയാണ് കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സബ് ഗൈസ്. സബ്
എൻ്റെ വഴിയാണ് ശരിയെങ്കിൽ നിങ്ങൾ സബ് ഗൈസ്. ആ കണ്ട ഞാനിപ്പോൾ ഗ്ലിച്ച് അടിച്ച് എന്തൊക്കെ കണ്ടു ഗൈസ്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ ഷവർ വൈപ്പിച്ച്. ഇപ്പോൾ എടാ ഞാൻ ചത്ത് നീ അങ്ങനെ ചത്ത് എനിക്കാണ് എനിക്ക് വരാൻ. ഓ സ്കോട്ട്സ് ഇട്ടോ. ഓ കോർഡിനേറ്റ് പറഞ്ഞതിൻ്റെ വരില്ലേ? അല്ല നീ വരണ്ട. എൻ്റെ കൈസ് അവൻ വരുന്നതാണ് എന്നോട്. നീ ഇപ്പം അങ്ങോട്ട് കൂച്ചൊന്നും വരാൻ. എനിക്ക് നേരെ ഒരു വഴി കാണുന്നുണ്ട് ഇങ്ങോട്ട്. എടാ അവിടെ ഇല്ലേ ഞാനാ പറയുന്നത്. കാരണം എനിക്ക് ഈ ഫോട്ടോനെ കുറിച്ച് സംഭവം അറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തില്ല. കാരണം എനിക്കറിയാം അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ. ചിലത് ഈ സ്ട്രെയിറ്റ് വേ കാണും ഗൈസ്. പക്ഷെ ചിലത് പറയുമ്പോൾ അവിടെ എന്തും കാണും. അതുകൊണ്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ കിടന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിതിലൊന്നും പോയില്ല ഗൈസ്. കണ്ടത് again. നേരെ വഴി കാണുന്നുണ്ട്. ലാഭമല്ല. എനിക്ക് ഞാൻ മാക്സിമം റെൻഡർ അടിക്കണം. നീയോ? ഞാൻ കുറവാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ലാഗ് അടിക്കുന്നിട്ട് കുറവാണെന്ന് തോന്നിയിട്ടിരിക്കണം. അവനൊന്നും കിട്ടില്ല. എനിക്കിവിടെ എന്തെങ്കിലും ഒന്ന് അറിയാം. എന്തെങ്കിലും കണ്ടോ? Oh guys, look at that guys. ഞാനും Oh my god, look at that. Oh my god, booty guys. Look at that scene guys. വാ നമ്മൾ ഇവിടെ മൊത്തം സേഫ് ആണ്. എവിടെ നിട്ടിടാ പട്ടി? ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ പണ്ടോട്ട് സ്കിൽഡ് പേഴ്സൺ ആയി. ഞാൻ എവിടെ നിന്നൊക്കെയാ വന്നേക്കാം. ഞാൻ അതിന്റെ കോർഡിനേറ്റ് പറയാം. പക്ഷെ കുഴിച്ച് വരാൻ നിൽക്കണ്ട കേട്ടോ, കണ്ടുപിടിച്ചോ. സേഫ്. ചാവരുത്. ഓ എനിക്ക് അമ്പുണ്ടായിരുന്നു മരകത്ത് തീർക്കായിരുന്നു. ഞാൻ വലിക്കും തോന്നുന്നു. ചുമ്മാ അവൻ്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഓവർ കോൺഫിഡൻസ്. നീ ഏതോയോ പോയേ? കോർഡിനേറ്റ് പറയാം. ഫ്രണ്ടിത്തെ മൈനസാ. കുഴിച്ചു പോവാൻ നിൽക്കല്ലടാ. ഇവിടെ എവിടെയും പോയി തപ്പ് ഇത് ചെയ്ത് അത് കൂടെ അങ്ങനെ കഴിക്കും. എടാ ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാം പോരെ? നീ വരണ്ട ഇങ്ങനെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ നിനക്കതിൽ പോകണ്ട, തിരിച്ച് വരണ്ടേ? അതിലിപ്പോൾ എന്താ? ശരിയാണല്ലോ, എനിക്ക് ഇവരുടെ ആവശ്യമുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഓ എനിക്ക് എന്തൊക്കെയോ ഗ്ലിച്ചടിച്ച് കണ്ടിരുന്നു. ഗോൾഡൻ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പേടിച്ച് കഴിയുന്ന നിമിഷം. വലിയ ഫോട്ടോസ് ഗൈസ്. ആ എനിക്ക് പേര് കണ്ടി. ഞാൻ ഓപ്പണിൽ കൂടെ വരൂ. എടാ ഇത് ഞാൻ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ടാ. പണ്ട സ്ഥലത്താ ഞാൻ. എനിക്ക് പേര് കണ്ടേന്ന് പോയി. ആ ഇത്തിരി മുമ്പ് സ്ഥലത്തേക്ക് പോവാം.
ആ ബെസ്റ്റ് അല്ല അവർ എനിക്കും വേണ്ടായിരുന്നു നിന്റെ പേര് പറയടാ അപ്പൊ എനിക്കും വേണ്ടായിരുന്നു നിന്റെ പേര് എനിക്ക് നിന്നാ മതി. ആ കണ്ടു 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 ആ യെസ് 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 എടാ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് വീണാ ഭ്രാന്തൻ ആ മോള് കയറുക ആ ഞാൻ വീരശൂര പരാക്രമിയാണ് അല്ലേ? എനിക്ക് കാണണം, എനിക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. 40 മിനിറ്റ് ആയിടാ. ഓ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വേണം. അപ്പൊ ഗൈസ് നമുക്ക് ഗൈസ് ഇവിടെ ഒന്നും ഇപ്പൊ ആരുമില്ല. ആളാ പിക്കോ മാറുണ്ട് സ്നൈപ്പ് ചെയ്തിടാ. എടാ ഞാൻ ഈ റൂട്ട് കണ്ടാ നമ്മളിപ്പം നിക്കലിന്റെ അവിടേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ക്ലോസ് ചെയ്തു. മാറി എടാ അത് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ അപ്പുറത്തെ സ്പീഡിൽ പോയി പിഗ്ലിങ്സ് സ്കെൽട്ടനാടാ എവിടെ മാറി. നീ മാറി അങ്ങോട്ട്. പണ്ട് ചാവൻ ചത്തു. അവിടെ പോയി വേണി പറ്റ സ്പീഡിൽ ഓടിക്കോട്ടെ പറ്റുമെങ്കിൽ. ഇവിടെ അടച്ചിട്ടില്ല. ഒന്നും വളർന്നിട്ടില്ല. ആ ഫോർത്തി ഈ സൈഡ് മൊത്തം നമുക്ക് എടുക്കാം. എടാ ഈ ഇത് കൊടുത്തോ സോൾസ് ആൻഡ്. അയ്യോ ശവല് ഞാൻ എടുത്തിട്ടുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് എടുക്കാം. എന്തായാലും സോഴ്സ് ആൻഡ് വഴിയാണ് നമുക്ക് കിട്ടിയ വേറെ. നമുക്ക് ഫാമൊക്കെ ഉണ്ടാക്കണം ഇതുകൊണ്ട് നല്ല എന്താ പറയുക കുറേ ഉപയോഗങ്ങളുണ്ട്. നമുക്ക് പോർഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗനെ വെച്ച് ഈസി ചാമ്പാൻ പറ്റുള്ളൂ. എവിടെ എടാ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ജസ്റ്റ്. നിനക്കറിയാ നീ കണ്ടോ ഗ്ലിച്ച് അടിച്ച് കണ്ടല്ലേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ആടാ കണ്ട്. ആ ഞാൻ ഡയമണ്ട് സാഡിലും തങ്കച്ചൻ ഇതിന്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം. കൈതല്ല തങ്കച്ചൻ റോക്സ്. ഞാൻ പോവാ. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ കാണിക്കാം. എടാ നിന്റെ ഇതൊക്കെ ഒന്ന് ഇൻവെർട്ടർ ശരി വരാം. തങ്കച്ചൻ സാഡിൽ റെഡി. പിന്നെ നമുക്ക് ഇപ്പം അടി കൊണ്ടുതന്നെ. അപ്പോൾ എടാ ഈ ഫസ്റ്റ് പറ്റി നോക്കിയേ, ഏറ്റവും ആദ്യത്തെ ഏറ്റവും അറ്റത്തെ ഇത് കഴിഞ്ഞത് കണ്ട. സോ ഇത്രയും സംഭവമാണ്. നമുക്ക് ഈ ഒരു വെട്ടി ഇതിനാക്കാം. ഈ സംഭവം മാറ്റി ആദ്യം കഴുത്ത് ഇത് ഇടയ്ക്ക് കയറണടാ. തങ്കച്ച ഡോണ്ട് ഡു. ഇപ്പം എനിക്കറിയാം ചെറിയ പിള്ളേർക്ക് ഇതുകൊണ്ട് പേടിച്ചിട്ടുണ്ടാവുന്നു. കരയുണ്ടാവും മക്കളെ. അതൊക്കെ എന്ത് ഡ്രാഗനെ കൊള്ളുന്ന എപ്പിസോഡായിരിക്കും. നിങ്ങൾ ചവറ കിട്ടിയിരുന്നാടാ. കണ്ണിക്കണ്ട സാധനം എനിക്ക് ഇട്ട് തന്നാ അടിച്ച അണ്ണാക്കിലിടും. നമ്മുടെ ഈ ടോപ്പ് വെട്ടിയാണ് നമുക്ക് ഇപ്പോൾ 2 എണ്ണപ്പള കിട്ടിയത്. 12. അതാണ് ഞാനും എൻ്റെ ഇതിൽ. എനിക്ക് യുവമാരുടെ ഇതൊന്നും ചെയ്യാൻ ഞാൻ നിർത്തണം. നമുക്ക് എൻ്റർമാനെ കൊല്ലൊന്നും വേണ്ട. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ വീഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോളാ ഇത് നോക്കിക്കണം അങ്ങനെയൊക്കെ അല്ലേ. നിങ്ങൾ ഇവിടെ നോക്കി ഗൈസ് എൻ്റെ AD ഗെയിമറിനെ നോക്കി